സാൻഡോ 2002 ഫുൾ പേപ്പറാണ്. ഇത് 60 രൂപയാണ് വില. 2002? ആ, ഇത് 2014 വണ്ടി, സെക്കൻഡ് ഓണറാണ്. ഇത് കമ്പനി സർവീസാണ് ഫുള്ള്. 2010 1.16 ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ റേറ്റ് 1.85. LXI. ഇത് 13 VXI വാഗണർ, 2.85 ഫൈനൽ റേറ്റ്. 70 ഓടി, സെക്കൻഡ് ഓണർ. ആക്സിഡൻ്റ് ഇല്ല. 13 VXI ആണ്. 62 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. K10 VXI. ഇത് 2018 മോഡലാണ്. ബജാജ് GC. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 80 ഓടിയിട്ടുണ്ട്. എത്ര? 80. അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്വാളിറ്റീസും എല്ലാം പറഞ്ഞാൽ ഇവിടുത്തെ ഓണർ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? ഷാനവാസ്. നമ്മളിത് ആദ്യമായിട്ടാണ്. ഹംദാൻ അല്ലേ? ഹംദാൻ കാർസ്. ഓക്കെ. ഏകദേശം 11 വർഷമായി. നിലമേന്ന് നമ്മൾ വരുമ്പോൾ കുരിയോട് ജംഗ്ഷൻ, കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ചടയമംഗലം കഴിഞ്ഞ് അടുത്ത പോയിന്റ്, മെയിൻ പോയിന്റ്. ഇപ്പൊ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ എങ്ങനെ, എത്ര വർഷം പഴക്കമൊക്കെ ഉള്ള വണ്ടികളായിരിക്കും? 12 മേളിലോട്ടുള്ളത് വണ്ടികളേ ഉണ്ട് ഇപ്പൊ കിടക്കുന്നത്. 12 മേളിലോട്ടുള്ള വണ്ടികൾ. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സ്റ്റാർട്ടിംഗ് പ്രൈസ് സീസി ഇട്ട് എടുക്കാനാണെങ്കിൽ ഇതൊക്കെ ഫുൾ CC കിട്ടുന്ന വണ്ടിയാണ്. അല്ലാതെ ഇപ്പം ഫുൾ എമൗണ്ട് ആകുമ്പോൾ എത്ര? ഫുൾ എമൗണ്ട് ആകുമ്പോൾ അതപ്പോൾ ഒരു 1.85 ആവും അങ്ങേറ്റത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികൾ അങ്ങ് നോക്കാം. ഓക്കെ. ഇത് 2015-16 രജിസ്ട്രേഷനാണ്. സ്റ്റിംഗ്റേ LXI. ഇതിൻ്റെ ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2.85 ആവും വില. 2.85. 2.85. ഇത് നമുക്കൊരു 2.5 വരെ ഫൈനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണറാണോ? ഓണർ നാലാമത്തെ ഓണറായി. ഈ സിംഗിൾ ഓണർ ആണെങ്കിൽ ഒരു 3-3.25 രൂപയ്ക്ക് പുറത്ത് പോകും. 3.5 പോകും സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ ഇതിന്? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ടയറൊക്കെ കുഴപ്പമില്ല. ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല ടയർ അല്ലേ? എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് 2,85,000. ഫൈനലായിട്ട് ചോദിക്കുകയാണ്. ഇതിന് ബാർഗനിങ് ഇല്ല? ബാർഗനിങ് ഇല്ല. ലാസ്റ്റ് പ്രൈസ് ആണ്. അതാണ് ലാസ്റ്റ് പ്രൈസ് ആണ് നമ്മളവിടെ എല്ലാം. കിലോമീറ്റർ എന്തോ ഓടി? ഇത് 78. ജെന്യൂൻ കിലോമീറ്റേഴ്സ് ഒക്കെ 2013 VXI ആണ്. 62 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. K10 VXI. റീപ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താണ്? ഇതിൻ്റെ ഈ ഫ്രണ്ട് വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. ഈ ബോണറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഒന്ന് ബോണറ്റ് ഒന്ന് തുറന്നു കാണിക്കാമോ? വേറെ കാര്യമായിട്ടുള്ള ഇടി വല്ലാണോ? അല്ലല്ല, ഇതിന് ചെറിയ തട്ട് അങ്ങനെയുള്ള. അല്ല, ഇപ്പോഴീ മാരുതിയൊക്കെ ചെറിയ തട്ട് കിട്ടിയാൽ അപ്പോഴേ അത് മാറുക. പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നും. അപ്പുറമൊന്നും കുഴപ്പമൊന്നും. സർവീസൊക്കെ കമ്പനിയാണ്. ബോണറ്റ് മാറിയെന്നുള്ളതല്ലേ? വേറെ ഇവിടെ ടച്ചിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞേ? 62. എത്ര ചോദിക്കുന്നേ? ഇതിന്റെ ഫൈനൽ റേറ്റ് ആകുമ്പോൾ 1,80,000 രൂപ. 1.80. ടയറൊക്കെ നല്ല ടയർസാണ് കിടക്കണേ. ടയർ 4 പുതിയതാണ്. ലേശം ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും പുതിയ ടയർസാണ്. ഇതൊക്കെ ലോൺ സൗകര്യം കിട്ടും? ഇതെല്ലാം ലോൺ സൗകര്യം കിട്ടുന്നതാണ്. അപ്പോൾ എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഈ വണ്ടി? ഇതൊരു 30 രൂപ മതിയാവും. 30 രൂപ. എത്ര വർഷം കിട്ടും? 3 കൊല്ലം കിട്ടും. 3 വർഷം കിട്ടും. സാൻഡോ 2002 ഫുൾ പേപ്പറാണ്. ഇത് 60 രൂപയാണ് വില. 2002? ഓണർഷിപ്പ് തേർഡാണ്. ഇത് അന്നത്തെ ഫുൾ ഓപ്ഷനാണ്. പവർ വിൻഡോ, ബേക്കിൽ റിവേഴ്സ് വൈപ്പറൊക്കെ വരുന്ന ടൈപ്പാണ്. എത്ര ചോദിക്കുന്നത്? 60 രൂപ. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ട്? 1.12 ഓടിയിട്ടുണ്ട്. 12. ഈ ടയർ മോശമാണ്. ടയർ മാറി കൊടുക്കുമോ? ടയർ മാറുന്നില്ല. ഈ കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെ. ഈ ടച്ച് ആൻഡ് പോളിഷ് പരിപാടിയൊക്കെ ചെയ്യുമോ? ഇത് കുറഞ്ഞ വണ്ടി നമ്മൾ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യുമ്പോൾ അത് പിന്നും വില കയറി പോകും. വീണ്ടും വില. ഒരു ചെറിയൊരു കസ്റ്റമറിന് എടുക്കാൻ കഴിയാതെ വരും. ഈ രീതിയിൽ ചെറിയ പാർട്ടിക്ക് ഉപയോഗിക്കാൻ നമ്മൾ ഒരുപാട് ഇതിനകത്ത് മെയിൻ കാണിച്ചിട്ട് കാര്യമില്ല. അവരുടെ ആ ബഡ്ജറ്റിനാകുന്ന രീതിക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ 60 രൂപ. അതായത് എടുക്കുന്ന രീതിക്ക് ചെറിയ എന്തെങ്കിലും ബെനിഫിറ്റ് ഇത് കാണുന്നുള്ളൂ. ഇത് എക്സ്ചേഞ്ചിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര? പേര് മാറി കൊടുക്കും. പേപ്പർ 27 ടെസ്റ്റ് കഴിഞ്ഞ് കൊണ്ടിട്ടേക്കും. 27 വരെ ഉണ്ട്. പിന്നെ 27 വരെ. ടാക്സ് നിലവിൽ തീർന്ന് കിടക്കണം, അതെല്ലാം എടുത്ത് കൊടുക്കും. 27 വരെ ഉള്ളു. 5 വർഷത്തേക്ക് എടുക്കും. ഇത് 2014 1,50,000. ഓണർഷിപ്പ് 5 ആയിട്ടുണ്ട്. 5? ഓണർഷിപ്പ് ഓടിപ്പോയി. ഓണർഷിപ്പ് ഒന്നും ഇവിടെ വിഷയമില്ല, വണ്ടിയാണ് നോക്കുന്നത്. ഇത് ഏത് വർഷമായിരുന്നു? 14. കിലോമീറ്റർ 1 കഴിഞ്ഞു.
റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ 4 പുതിയതാണ്. ഇൻഷുറൻസ് പുതിയത് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ എടുത്ത് കൊടുക്കും. നിലവിൽ തീർന്നു. ഈ മാസം തീരും. ഈ മാസം കൂടെ ഉള്ളൂ. MBFI ആണ്. ടയറൊക്കെ കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1.5 ചോദിക്കുന്നത്. 1.5. ഇത് 2014 വണ്ടി, സെക്കൻഡ് ഓണറാണ്. ഇത് കമ്പനി സർവീസാണ് ഫുള്ള്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കമ്പനി സർവീസ്. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണോ? ഡീസലാണോ? പെട്രോൾ VXI. ടോപ്പ് വേരിയന്റ് ആയിരുന്നു. അന്നത്തെ ടോപ്പ് ആയിരുന്നു. അന്ന് VXI. ടയറൊക്കെ നല്ല ടയേഴ്സ് അല്ലേ? ഇത് പുതിയ ഫുൾ ഇൻഷുറൻസ് ആണ്. 3.5 ലക്ഷം IDV ഉണ്ട്. 2014. ഇതിന്റെ ഫൈനൽ റേറ്റ് 3.4 നമുക്ക് 3.4 ഫൈനാൻസ് കിട്ടും. ഇതിന് 3.4 ഫൈനാൻസ് ലോൺ വണ്ടിയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് ഇല്ല. ഓരോ 16,000 കമ്പനി സർവീസാണ്. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. കമ്പനി സർവീസ്. ഇത് 13 VXI വാഗണർ, 2.85 ഫൈനൽ റേറ്റ്, 70 ഓടി, സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് ഇല്ല. എത്ര കിലോമീറ്റർ? എത്ര? 70. ഇത് ന്യൂ ഇൻഷുറൻസ്, ന്യൂ ബാറ്ററിയാണ്. ഇതിന് 2 ലക്ഷം വരെ ഫൈനാൻസ് കിട്ടും. ഏത് വർഷമാണ്? വർഷം ഏതാ? 3 വർഷം, 3.5 വർഷം വരെ കിട്ടും. അല്ല, ഇത് ഏത് വർഷമാണ്? 2013 VXI. 13. ഈ പോളിഷ് ചെയ്യുമ്പോൾ ഈ സംഭവമൊക്കെ അങ്ങ് മാറില്ലേ? ഏതാ? ഈ മഞ്ഞിപ്പി കിടക്കുന്നതൊക്കെ അങ്ങ് പോളിഷ് ചെയ്യുമ്പോൾ മാറത്തില്ലേ? അതെല്ലാം മാറും. ഇവിടെ പിന്നെ നമ്മളങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ചെയ്യുമ്പോൾ വില കയറി പോകും. നമ്മൾ സർവീസ് ചെയ്തല്ലേ കൊടുക്കത്തുള്ളൂ? സർവീസ് ചെയ്തല്ലോ. 2010 1.16 ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ റേറ്റ് 1.85. LXI. ഓണർഷിപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. 3 റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. ഇടിച്ചാണോ? അല്ല. അതായത് ബമ്പറിന് ബോണറ്റിനൊന്നും കുഴപ്പമില്ല. ഓക്കെ. നല്ല ടയേഴ്സ് ആണല്ലേ? കുഴപ്പമില്ല. നല്ല ടയർ കിടക്കുന്നത്. 1.80. 1.85 ആണ്. നമുക്ക് 1.80 ഫൈനൽ കൊടുക്കാം. ഇത് 2013 എക്കോസ്പോർട്ട് ബേസ് മോഡലാണ്. ഡീസൽ, 95 കിലോമീറ്റർ, 95,000 കിലോമീറ്റർ. 95 എത്തിയിട്ടുണ്ട്. ഓണർ 4 ആയിട്ടുണ്ട്. ഇതിൻ്റെ 3,25,000 റേറ്റ്. ഇത് മൈലേജ് ഒക്കെ എന്തോ ആണ്? ഒരു 22 കിട്ടും ഡീസൽ. അത്ര കിട്ടുമോ? ഡീസൽ കിട്ടും. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? അതിൻ്റെ ഫ്രണ്ടിലത്തെ ബോണറ്റ് റീപ്ലേസ് ആണ്. ഒന്ന് പൊക്കിയാണ് ബോണറ്റ്. അകം ഒന്ന് കണ്ടു നോക്കട്ടെ. ടയറെല്ലാം നല്ല ടയേഴ്സ് അല്ലേ? ഇൻഷുറൻസും പുതിയതാണ്. അകത്തോട്ട് വലിയ ഇടി ഇടിച്ചിട്ടില്ലേ? ഇല്ല, അകത്തോട്ടൊന്നും ഇടിച്ചില്ല. ഈ ബോണറ്റൊക്കെ എപ്പോഴും മാറാതെ. ഇപ്പോൾ എന്തൊരു ചെറിയ കണക്ക് വന്നാൽ അത് അപ്പോഴേ റീപ്ലേസ്മെന്റ് ചെയ്യല്ലേ. വേറെ വലിയ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? 3.4. 3,20,000. എത്ര രൂപ കൊണ്ട് ഇറക്കാം? ഇതിന് 2 രൂപ ഫൈനാൻസ് കിട്ടത്തുള്ളൂ. 2 രൂപ. 5 വർഷം കിട്ടുമോ? 5 വർഷം കിട്ടത്തില്ല, 3 വർഷം. 3 വർഷം. ഇത് 2001 ആക്സസ് സർവീസ് മോഡലാണ്. അൾട്രേഷനാണ്. അൾട്രേഷനൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാവോ? അത് ഒരു പാർട്ടി പാർക്കാൻ സൈഡിൽ ഇട്ടിരിക്കുന്നതാണ്. അവർ ചോദിക്കുന്നത് 4 ലക്ഷമാണ്. 4? നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും 4 ലക്ഷത്തിനുണ്ടോ? അവര് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞപ്പോഴേ കുറച്ച് ദിവസം കിടക്കട്ടെ. അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ സംസാരിച്ചെടുത്തോളൂ. ഇതിന് മുമ്പറിന് ഇവിടെ ഇട്ട് പോയായിരുന്നു. അങ്ങനെയാണ് ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് ലോണൊന്നും കിട്ടത്തില്ലല്ലോ? ഇതിന് ലോൺ കിട്ടത്തില്ല. 2001 മോഡൽ DI എഞ്ചിനാണ്. ഇത് പേപ്പറൊക്കെ ഇനി എത്ര നാളുണ്ട്? 26 വരുന്നു. റീപ്ലേസ്മെന്റ് ആക്സസ് സർവീസ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിന്നാലേ ഉള്ളൂ പ്രശ്നം. ഈ അകത്ത് നിന്നാൽ കുഴപ്പമില്ല. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇതിന് റീപ്ലേസ് ആരും നോക്കാറില്ല. ഇത് 2017 മോഡലാണ്. 1.20 ഓടി എർട്ടിഗ ടാക്സി പെർമിറ്റ് ഹൈബ്രിഡ് ആണ്. ഡീസലാണോ? ഡീസൽ ഹൈബ്രിഡ്. ടൈമിംഗ് ചെയിനും കാര്യമൊക്കെ മാറി? അല്ല, കമ്പനി സർവീസ് ആണ്. അപ്പോൾ എല്ലാം മാറി കിടക്കുക. ഈ എത്ര ചോദിക്കുന്നത്? ഇത് 6.4. പുതിയ CF ചെയ്ത് കൊടുക്കും. ഏത് വർഷമായിരുന്നു? 2017 ഡീസൽ ഹൈബ്രിഡ്. നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ടയർ പുതിയ ബാറ്ററിയാണ്. ഇതിൻ്റെ AC എല്ലാം പുതിയത് വെച്ചതാ. പഴയത് കംപ്ലൈൻ്റ് ആയിട്ട് കമ്പർസറൊക്കെ മാറിയതാ.
അപ്പോൾ അത്യാവശ്യം വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നടക്കും. ഇതെല്ലാം നടത്തിയിട്ടേക്കുവാ. ഇനി ടെസ്റ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അതൊരു കസ്റ്റമർ എടുക്കുമ്പോൾ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ടെസ്റ്റിന് ഇനിയും ഡേറ്റ് ഉണ്ടല്ലോ. ആ, പേടിക്കണ്ടല്ലോ. ഇല്ല ടെസ്റ്റ് നിലവിൽ തീർന്നു കിടക്കുക. തീർന്നു കിടക്കുക. ആ, ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓ, ടാക്സി അല്ലേ? ടാക്സി പെർമിറ്റ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ടാക്സി പെർമിറ്റ് 13 ഒമിനിയാണ്, 3rd ഓണർ, പുതിയ ഇൻഷുറൻസ് ആണ്, ടയറും പുതിയതാണ്. 3rd ഓണർ അല്ലേ? ആ, പോരെ 140 ആണ്, 140 വില. 140? ആ. ഈ റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? അതിൻ്റെ ആ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇടിച്ചാണ്? ഇടിക്കാതെയാണ് മാറിയത്. ഇടിയൊന്നും വീണില്ല, വല്ല വന്ന് തെറിച്ച് വീണായിരിക്കും എന്നുള്ള അല്ലേ? എത്ര ചോദിക്കുന്നേ? 1,40,000. 140. അത് 2018 മോഡൽ, ദോസ്ത് പ്ലസ് എന്ന് പറയും, AC പവർ സ്റ്റിയറിംഗ്. ഇത് ഡീസലല്ലേ? ഡീസൽ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 5 വോൾട്ട്. മൈലേജ് ഇതിന് 15 പറയുന്നത്. 15. ലോഡ് നല്ല ലോഡ് കയറ്റാൻ പറ്റും. ഇത് എത്രാമത്തെ ഓണർഷിപ്പ്? ഫസ്റ്റ് ഓണറാണ്. പേപ്പർ വർക്കൊക്കെ? പേപ്പർ പുതിയ CF ചെയ്തിട്ടേക്കുവാ. ടയറൊക്കെ ആവറേജ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റൂല, എന്നിരുന്നാലും കുഴപ്പമില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും? അപാകതയില്ല, ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല. എത്ര ചോദിക്കുന്നേ? ഇത് 460. 460. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതിന് 4 വരെ കിട്ടും. ഫൈനാൻസ് കിട്ടും. 4 വരെ കിട്ടും? ആ, 4 വരെ കിട്ടും. അപ്പോൾ ഒരു 50,000 രൂപ. ദോസ്ത് പ്ലസ് ആണ് കേട്ടാ. ദോസ്ത് പ്ലസ് LX എന്ന് പറഞ്ഞാൽ ദോസ്ത് പിന്നെ AC പവർ സ്റ്റിയറിംഗ് ആണ്. ഇത് 2018 മോഡലാണ്, ബജാജ് GC. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 80 ഓടിയിട്ടുണ്ട്. എത്ര? 80. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല? ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ്. എത്ര ചോദിക്കുന്നേ? ഇത് 1,40,000 കൊടുക്കുന്നത്. 1,40,000. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ചെറിയ രീതിക്ക് അഡ്ജസ്റ്റ്മെന്റ് ആവും. ഇതിനകത്ത് നമുക്ക് കുറയാം. ടയറ് 2 കുറവുണ്ട്. ഇതിന്റെ ടയറിന് അധികം വിലയില്ല. 1,500 രൂപ റേഞ്ച്. 70,000 രൂപ തൊട്ട് 1,15,000, 1,70,000 വാഗണർ അങ്ങനെയുള്ള രീതിയിലുള്ള വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ വണ്ടികളുടെ വില എങ്ങനെയാണ്, കറക്റ്റാണോ, ഭേദഗതിയുള്ള വിലകളാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള വണ്ടികളുടെ വിലകളും കൂടിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.